ഞാൻ നിങ്ങളെ 2023 ജൂലൈ 31-ാം തീയതി ഓഗസ്റ്റ് മാസം 31-ാം തീയതി അല്ല ജൂലൈ 31-ാം തീയതി നിങ്ങളെ ഞാൻ താനൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. താനൂർ ഒരു പോലീസ് സ്റ്റേഷനിൽ മമ്പ്രം സ്വദേശിയായ 35 വയസ്സുകാരൻ താമർ ജിബ്രെ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത പോലീസുകാർ 8 മിടുക്കന്മാരാണ്, ബിരുദധാരികളാണ്. നാട്ടിലെ റേസിംഗ് ക്ലബിനെ പോലെ നാട്ടിലെ പല ക്ലബ്ബുകളിലും സാമൂഹ്യ സാംസ്കാരികങ്ങളിൽ നിറഞ്ഞു നിന്ന 8 പോലീസ് ഉദ്യോഗസ്ഥർ. ഒരു സിഗരറ്റോ ഒരു മദ്യമോ പോലും കുടിക്കാതെ 8 പേരും ബിരുദ വിദ്യാർത്ഥികളാണ്. ആ 8 പേരെ 2023 മെയ് മാസം 5-ാം തീയതി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിന്റെ CBI ഈ 5 പേരെ അറസ്റ്റ് ചെയ്തു. ഈ 8 പോലീസുകാരും സസ്പെൻഷനിലാണ്. അറസ്റ്റ് ചെയ്ത വ്യക്തി 12 നർക്കോട്ടിക് കേസിലെ പ്രതിയാണ്. MDMA കൈവശം വെച്ച് മറ്റു പലർക്കും വിൽപ്പന നടത്തിയതിന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ടീം അംഗങ്ങൾ വേഷം മാറി താടിയും മീശയും എല്ലാം വെച്ച് കള്ളിമുണ്ടും എടുത്ത് റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനകത്തും KSRTC ബസ് സ്റ്റാൻഡുകളിലും നമ്മുടെ മക്കളെ കാത്തുപരിപാലിക്കാനായി ഉറങ്ങാതെ ഉണ്ണാതെ പട്ടി കിടക്കുന്ന പോലെ കിടന്ന് പന്നി തിന്ന പോലെ തിന്ന് ശിരസിൽ അശോക സ്തംഭം വെച്ചുകൊണ്ട് നാട് കാക്കാൻ ഇറങ്ങിയ 8 പോലീസ് ഉദ്യോഗസ്ഥരെ മാധ്യമ വിചാരണയുടെ പേരിൽ ഈ സമൂഹത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് കളഞ്ഞു. ആ 8 പേരിൽ പലരുടെ വീടുകളിൽ ഞാൻ പോയി. അതില് CBI അറസ്റ്റ് ചെയ്ത സമയത്തിനകത്ത് 30 കിലോ പോലും തൂക്കമില്ല പലർക്കും, ശരീരത്തിന്റെ തൂക്കം. പലരും താടി വെച്ചിട്ടുണ്ട്, മുഖത്തെ സന്തോഷമെല്ലാം നശിച്ചിട്ടുണ്ട്. ഉണ്ണാതെ ഉറങ്ങാതെ നാടിന് വേണ്ടി കാവലാളായ 8 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് മാധ്യമ വിചാരണയാൽ സസ്പെൻഡ് ചെയ്ത് കളഞ്ഞത്. ഞാൻ അവരെ മഹത്വീകരിക്കുകയല്ല, അല്ലെ പോലീസിന് വേണ്ടി സംസാരിക്കുകയല്ല. പക്ഷെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴെത്തി 12ഓളം നർക്കോട്ടിക് കേസുകളിൽ പ്രതിയാണ്. ആ വ്യക്തി സർജറി നടത്തപ്പെട്ടവനാണ് ഹൃദയരോഗത്തിന്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കി പറയുന്നുണ്ട്, ഗ്രാം MDMA പോലീസ് പിടിക്കുമ്പോൾ വിഴുങ്ങിക്കളഞ്ഞു. പക്ഷെ അതൊന്നും മാധ്യമങ്ങളിൽ പ്രചാരത്തിൽ വന്നില്ല. വീണ്ടും ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് 2025 മാർച്ച് 7-ാം തീയതി താമരശ്ശേരിക്കടുത്ത് കോഴിക്കോട് ജില്ലയിൽ ഷാനിദ് സലീം എന്ന് പറയുന്ന 28 വയസ്സുകാരൻ ആരോഗ്യവാനാണ്. പോലീസ് പിടിക്കുമ്പോൾ പിന്തുടർന്നപ്പോൾ പോലീസിന്റെ ഗാംഗ് MDMA മെഴുകിയത് എത്രയാണെന്നറിയാമോ? 2.5 ഗ്രാം MDMA. പോലീസ് നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിനകത്ത് മെത്തലിൻ ഡയോക്സി മെത്താഫിറ്റമിൻ എന്ന് പറയപ്പെടുന്ന മാരകമായ സിന്തറ്റിക് ഡ്രഗ് ഉണ്ട്, അത് രക്തത്തിൽ കലർന്ന് നിങ്ങൾ മരണപ്പെടും, അതുകൊണ്ട് സമ്മതപത്രത്തിൽ ഒപ്പിടണം എന്ന് പറഞ്ഞപ്പോൾ വിസമ്മതിച്ചു. മാർച്ച് 8-ാം തീയതി ലോക വനിതാ ദിനത്തിനെന്ന് മാർച്ച് 8-ാം തീയതി പുലർച്ചെ ഷാനിദ് സലീം എന്ന് പറയുന്ന 28 വയസ്സുകാരൻ മരണപ്പെട്ടു. സമൂഹ മാധ്യമങ്ങളിൽ ഫ്രണ്ട് പേജിൽ വാർത്ത വന്നു, MDMA മെഴുകിയതിൽ 28 വയസ്സുകാരൻ മരണപ്പെട്ടു. ഇന്ന് കേരളത്തിന്റെ മുക്കിന് മൂലകളും സകല മാധ്യമങ്ങളും റേറ്റിംഗ് കൂട്ടാനായിട്ട് വാഹന പ്രചരണ ജാഥകളെല്ലാം നടത്തുന്നുണ്ട്. അതെല്ലാം അവരുടെ കീശ വീർപ്പിക്കാനും അതെല്ലാം അവർക്ക് റേറ്റിംഗ് കൂട്ടാനുമാണ്. എന്തേ നമ്മുടെ മക്കൾക്ക് വേണ്ടി രാസലഹരി കൊടുത്തവനെ കയ്യാമം വെച്ച് തുറങ്കിലടച്ച് ചോദ്യം ചെയ്തു. അവിടെ ബിരിയാണി വെച്ച് കൊടുക്കൂലല്ലോ. അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു പോലീസുകാരന്റെ വീട്ടിൽ പോയപ്പോൾ അമ്മ പറഞ്ഞതാണ്, യൂണിവേഴ്സിറ്റി പഠിക്കുന്ന എന്റെ മകനെ രാഷ്ട്രീയ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനത്തില് എന്റെ മകന് വീട്ടിൽ വന്നപ്പോൾ ഷർട്ട് ഊരിയപ്പോൾ 60ഓളം ചതവുകൾ ഉണ്ട് എന്റെ മകന്റെ മയത്ത്. 60ഓളം ചതവുകൾ. പോലീസിന്റെ ഓരോ ലഹരി പദാർത്ഥങ്ങൾ പിടികൂടുമ്പോൾ എന്റെ കുഞ്ഞെന്റെ വീട്ടിൽ വന്നിട്ട് തീൻമേശയില് എന്നോട് സന്തോഷത്തിൽ പറയും, അമ്മ മക്കൾക്ക് കൊടുക്കുന്ന ലഹരി പദാർത്ഥം ഇന്ന് ഞങ്ങൾ പിടികൂടിയത് 140 കിലോ കഞ്ചാവാണ്. ഉണ്ണാതെ ഉറങ്ങാതെ തമിഴ്നാട്ടിലും തൂത്തുക്കുടിയിലും രാമേശ്വരത്തും ട്രെയിനകത്തും ബോഗിക്കകത്തും കിടന്നുറങ്ങി എന്റെ കുഞ്ഞ് നാട് കാത്തു. ഇപ്പൊ അവൻ കുറ്റവാളികളുടെ കൂടെ പ്രതികളുടെ കൂടെ അവൻ കാരാഗ്രഹത്ത് കിടക്കുകയാണ്. സാർ, ഏത് നാടാണ് ഈ നാട്? എന്ത് മാധ്യമ വിചാരണയാണ് കുഞ്ഞുങ്ങൾക്ക് നേരെ നടത്തിയത്? ഇതെല്ലാം നമ്മൾ പുനർവിചിന്തനം ചെയ്യണം. പക്ഷേ 2025 മാർച്ച് 7-ാം തീയതി നടന്ന സംഭവം
പ്രത്യേകിച്ച് ഭാരതത്തിലെ മലയാളികളെ, പ്രത്യേകിച്ച് ദൈവത്തിന്റെ നാടിലെ പലരെയും ഒന്ന് പുനർവിചിന്തനം ചെയ്തു. 16 അമ്മമാരെ ബലി കൊടുക്കേണ്ടി വന്നു, 65 അമ്മമാരുടെ ശരീരത്തിന് മുറിവേൽക്കേണ്ടി വന്നു, 75 അച്ഛന്മാർക്ക് ശാരീരിക ബലക്ഷയങ്ങളേൽക്കേണ്ടി വന്നു. ഈ സാക്ഷര കേരളം ഇന്ന് ഉണരാൻ സകല മാധ്യമങ്ങളും ഇന്ന് റോട്ടിലിറങ്ങിയിട്ടുണ്ട്. എല്ലാ മഹലുകളും ഉണർന്നിട്ടുണ്ട്. എല്ലാ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തും ഇന്ന് ലഹരി വിരുദ്ധ സെമിനാറുകളും കൺവെൻഷനുകൾ നടക്കുന്നുണ്ട്. പല റെസിഡൻസ് അസോസിയേഷൻ ക്ലബ്ബുകളും സാംസ്കാരിക സദസ്സുകളും ലഹരി എന്ന് പറയുന്ന മഹാദുരന്തത്തിനെതിരെ സായുധ വിപ്ലവത്തിൽ അണിനിരന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ 3ാമത്തെ പരിപാടിയാണ് എന്റെ 3 സ്ഥലത്തും ലഹരിയെ കുറിച്ചാണ് സംസാരിച്ചത്. ഇന്ന് നമുക്കൊക്കെ ബോധ്യവും ബോധമൊക്കെ വന്നു. ഇന്ന് നമ്മൾ ലഹരിക്കെതിരെ കൂട്ടോട്ടം നടത്തുന്നുണ്ട്, നൈറ്റ് മാർച്ച് നടത്തുന്നുണ്ട്, ചിത്രപ്രദർശനം നടത്തുന്നുണ്ട്, നമ്മളിൽ ഒപ്പുശേഖരണം നടത്തുന്നുണ്ട്, സ്നേഹത്തിന്റെ ലഹരിക്കെതിരെ മനുഷ്യ ചങ്ങല നടത്തുന്നുണ്ട്. ഈ കൂട്ടോട്ടം നടത്തിയാലൊക്കെ ലഹരി തീരുമോ? അങ്ങനെയെങ്കിൽ കേരളത്തിൽ 55,000 വരുന്ന പോലീസുകാർ നിൽക്കാതെ ഓടിക്കോളാം കേരളത്തിന്റെ ഈ നഗര തെരുവുകളിലൂടെ ലഹരി നിൽക്കുമെങ്കിൽ. പക്ഷെ എന്റെ പ്രിയപ്പെട്ട ഈ ദേശത്തിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാം സ്നേഹസമ്പന്നരായ ഏറ്റവും മനോഹരം നിറഞ്ഞു നിൽക്കുന്ന ഗ്രാമാന്തരീക്ഷം തുടികൊട്ടി നിൽക്കുന്ന കോടഞ്ചേരി എന്ന് പറയുന്ന ദേശവാസികളാണ് നമ്മളെല്ലാം ഉണർന്നിട്ടില്ലെങ്കിൽ ഇന്ന് 18 വർഷം ആഘോഷിക്കുന്ന റൈസിംഗ് കോടഞ്ചേരി എന്ന് പറയുന്ന ക്ലബിലെ ഈ മിടുക്കന്മാരായ കുട്ടികൾ ഇന്നിവിടെ അവർ ഉണർന്നിട്ടുണ്ട്. നിങ്ങളെല്ലാം ഇവിടെ വരണമെങ്കിൽ അത്യാവശ്യം പാട്ടും കൂത്തൊക്കെ ഉണ്ടെങ്കിലേ വരുള്ളൂ, അല്ലെങ്കിൽ ഈ കസേരകളെല്ലാം ശൂന്യമാകും. നിശ്ചയമാണ്. ഗാനമേള ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങളെല്ലാം അവിടെ വന്നിരിക്കുന്നത്. പക്ഷേ അതില്ലെങ്കിൽ വരാൻ ബുദ്ധിമുട്ടാ. പല വേദികളും ഞാൻ പോകുമ്പോൾ കാണാറുണ്ട്, സംഘാടകർ നിരത്തിയിട്ടിരിക്കുന്ന കസേരകളെല്ലാം ശൂന്യമാണ്. ബാല്യങ്ങളെയും കുട്ടികളെയും ഒന്നും കാണാറില്ല. കാര്യം എന്താ? നാടിന് വേണ്ടിയിട്ടുള്ള ദുരന്തത്തെ വിളിച്ചോതുന്ന ഒരു സദസ്സുകളും ഇന്ന് ആൾബലം കൊണ്ട് അല്ലെങ്കിൽ സംഘബലം കൊണ്ടൊന്നും പ്രൗഢമല്ല. കാരണം ലോകം അങ്ങനെയാ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മുടെ നാട്, ഈ ദൈവത്തിന്റെ നാട് നമ്മുടെ കൈവിട്ട് പോയിട്ടുണ്ട്. ഞാനതിനെ ഊതിപ്പെരിപ്പിച്ച് പറയുമൊന്നുമല്ല. എനിക്കിവിടെ ഒരുപാട് പേരെ വ്യക്തിപരമായിട്ട് എനിക്ക് പരിചയമൊന്നുമില്ല. മഹറൂഫിനെയും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അലിക്കയും പരിചയമുണ്ട്, AT അലിക്കയും. ബാക്കി വേദിയിരിക്കുന്നവരൊക്കെ ഇവിടെ വന്ന് പരിചയപ്പെട്ട സുമനസ്സുകൾ വ്യക്തിത്വങ്ങളുമാണ്. അവരുടെ പേരെങ്കിലും ഞാൻ വിട്ടുപോയാൽ സങ്കടമാവും. അതുകൊണ്ടാണ് ഏവർക്കും ഒറ്റവാക്കിൽ നന്ദി അർപ്പിച്ചത്. നമ്മളെല്ലാം ഓർക്കേണ്ട ചിന്തയുണ്ട്. നമ്മളെല്ലാം വിചാരിക്കും നമ്മുടെ ഭർത്താവ് ലഹരി ഉപയോഗിക്കുന്നില്ല, ഞാൻ നല്ല നേരം നല്ല വിശ്വാസിയാണ്, 5 നേരം നിസ്കരിക്കുന്നവനാണ്, കൃത്യമായിട്ട് ചർച്ചിൽ പോകും, അമ്പലത്തിൽ പോകും, അതുകൊണ്ട് ഞാൻ സേഫ് സോണിലാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി. ഇവിടെ എല്ലാം നമ്മൾ ഭയപ്പെടണം. കാരണം ഈ ലോകം പാടെ മാറിപ്പോയിട്ടുണ്ട്. ഈ മാറിയ ലോകത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ഇന്ന് ജീവിക്കുന്നത്. ലഹരി എന്ന് പറയുന്ന ദുരന്തം നാളെ നമ്മുടെ മക്കളിലൂടെ ക്ഷണിക്കാതെ നമ്മുടെ വീടിനകത്തേക്ക് പടികടന്നു വരും. ക്ഷണിക്കൊന്നും വേണ്ട, അത് വന്നോളും. ലഹരി എന്ന് പറയുന്ന ദുരന്തം ഏതെങ്കിലും വീട്ടിൽ സംഭവിച്ചാൽ ആ വീടിനെ നമ്മൾ കാണണം, കേൾക്കണം. എല്ലാ മതവിശ്വാസ ഗ്രന്ഥങ്ങളിലും പറയുന്ന വചനങ്ങളുണ്ടല്ലോ. ക്രൈസ്തവനായ ഞാൻ പഠിച്ച വചനമുണ്ട്, നിന്നെ പോലെ നിന്റെ അയൽവാസിയെയും സ്നേഹിക്കണം. ഒരു മുസൽമാനാണെങ്കിൽ നിന്റെ അയൽവാസി വയറ് നിറച്ചുണ്ണുമ്പോ, നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ വയറ് നിറച്ചുണ്ണരുതെന്ന് പറയുന്നുണ്ട്. അതിനർത്ഥം എന്താ? ദ്വയാർത്ഥങ്ങളുണ്ട് അതിനകത്ത്. ഭക്ഷണം അവിടെ വശന്നിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കരുതെന്നാണോ ഉപമിക്കുന്നത്? അവിടെയുള്ള പല വിഷമങ്ങളിലും സങ്കടങ്ങളിലും പോരായ്മകളിലും അവിടുത്തെ വേദനകളിലും നമ്മൾ പങ്കുചേരണം. എന്റെ അയൽവാസിയോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പറയണല്ലോ പറയണത്. ആ വീട്ടിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ അറിയുന്നിടത്താണ് നമ്മുടെ സ്നേഹം കുടികൊള്ളുന്നത്. എന്നതുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു വേദിയിൽ നടന്ന പരിപാടിയിൽ ഒരു സാധാരണ വീട്ടമ്മേനോട് ചോദിച്ച ചോദ്യമാണ്, സാറേ ഈ നാടെന്താ ഇങ്ങനെ, ഇതിന് പരിഹാരമില്ലേന്ന്. 3050 വേദികളും 19 രാജ്യങ്ങളും യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ. പക്ഷേ ഇതിന് പരിഹാരമുണ്ടെന്നാ ചോദിച്ചത്. പരിഹാരമുണ്ട് എന്ന് കോടഞ്ചേരിയോട് ഞാൻ പറയുന്നുണ്ട്. ഈ നാട് ഇങ്ങനെ ആകാനുള്ള കാരണം എന്താ നിങ്ങൾക്കറിയാമോ? ഞാൻ പറയും, അയൽ ബന്ധങ്ങൾ ഇന്ന് നശിച്ചു പോയി. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വിചാരിച്ചാൽ മതി, അയൽ ബന്ധങ്ങളെ സുസ്ഥിരമാക്കാൻ ആര് ശ്രമം നടത്തുന്നോ അവിടെയാണ് സാക്ഷര കേരളം വിജയം കൊള്ളുക. ഒന്ന് അയൽവാസിയോടൊന്ന് മാന്യമായിട്ട് പെരുമാറാനും ചിരിക്കാനും ആ വീടിന്റെ എല്ലാ പ്രശ്നങ്ങളും നമ്മളൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നിടത്താണ് നമ്മുടെ വിജയം കുടികൊള്ളുക. അയൽപക്കത്ത് എന്തെങ്കിലും ദുരന്തമുണ്ടെങ്കിൽ ആ വീടിനെ നമ്മൾ ഒഴിവാക്കി, പിന്നെ ഒഴിവാക്കി. മോനെ വീട്ടോട്ട് പോകരുത്, കുരുത്തം കെട്ടവനാ, പോലീസ് കേസ് പെട്ടവനാണ്, കഞ്ചാവ് വിൽക്കുന്നവനാണ്, മദ്യം വിൽക്കുന്നവനാണ്, ഓൻ അറിയാത്തതാണ്, അവനെ പോകരുത്, നോക്കരുത്, മിണ്ടരുത്, നമ്മൾ ഒഴിവാക്കി, ഭ്രഷ്ട് കൽപ്പിച്ചു. പക്ഷേ ആ വീട്ടിനകത്തൊരു അച്ഛനും അമ്മയും ഉണ്ടാവും. ഒരു സഹോദരിക്ക് ഒരു ഭർത്താവ് മരിച്ചു പോയാൽ ഒരു ദിവസം 10-15 ദിവസം വിഷമം ഉണ്ടാവും.
പിന്നെ ബന്ധക്കാരും സ്വന്തക്കാരും ഉറ്റവരും ഉടയവരെല്ലാം വീട്ടിൽ പോയി മിണ്ടിയും പറഞ്ഞും അങ്ങനെ കഴിയുമ്പോൾ ആ സഹോദരി മനസ്സിലാക്കും തന്റെ ഭർത്താവ് മരണപ്പെട്ടു, നിത്യമായൊരു ശൂന്യതയാണ്, അതിൽ ഞാൻ തിരികെ വരണം. ഓരോ പ്രഭാതവും ഓരോ സന്തോഷങ്ങളും മക്കളുടെ ചിരിയും കളിയും എല്ലാം കണ്ടുകൊണ്ട് അവൾ അതിനെ അതിജീവിക്കും നിശ്ചയമാണ്. പക്ഷേ അവൾ ഉദരത്തിൽ 9.5 മാസക്കാലത്തോളം ചുമന്ന് നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കി പ്രതീക്ഷയും പ്രത്യാശയും അർപ്പിച്ച ഒരു മകൻ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടു, അല്ലെ പോലീസ് എക്സൈസ് പിടിച്ചു എന്നറിഞ്ഞാൽ അമ്മ ഉറങ്ങുവോ? അവിടെ സകല സന്തോഷങ്ങളും അമ്മയുടെ കെട്ടടങ്ങും. അവൾ 10 അല്ല 100 അല്ല, അവളുടെ ആയുസുള്ളിടത്തോളം കാലം അത്രയും സ്വൽപുത്രനെ ഓർത്തവൾ സങ്കടപ്പെടും നിശ്ചയമാണ്. അത്രയും കാലം സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കും അവള്, ഉറങ്ങുകയല്ല. ആ അമ്മയെ ആര് സാന്ത്വനിപ്പിക്കും? അയൽബന്ധം നമ്മളല്ലാതെ. അമേരിക്കയിലും ഇറ്റലിയും ബ്രിട്ടനിലും കിടക്കുന്ന ആരെങ്കിലും വന്നിട്ട് സഹായിക്കുമോ, അല്ലെങ്കിൽ സാന്ത്വനപ്പെടുത്തുമോ? അയൽവാസി പോകണം, പറയണം ഞങ്ങളുണ്ട്, ക്ലബ്ബുണ്ട്, നിങ്ങൾ സങ്കടപ്പെടേണ്ട. ലഹരി എന്ന് പറഞ്ഞ ദുരന്തം നാളെ എന്റെ മോനെ പിടികൂടും, അവനെ നമുക്ക് DD സെന്ററിലേക്ക് കൊണ്ടുപോകാം, അവന്റെ കൂട്ടുകെട്ടുകളെ ഞങ്ങൾ നോക്കട്ടെ, ആ സമയത്ത് അവൻ പോകുന്ന എന്താ ഞങ്ങൾ പുറകെ ഒന്ന് പോയി വാച്ച് ചെയ്യാം, നിങ്ങൾ ഭയമാക്കാൻ പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ കടയിലേക്ക് കൊണ്ട് ഇറങ്ങ്, പുറത്തേക്ക് ബാ എന്ന് പറഞ്ഞ് നമ്മൾ കൂടെ ചേർക്കണം. പക്ഷെ ഇന്ന് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരന്തത്തിൽപ്പെടുന്ന കുടുംബങ്ങളിലെ ഒരു പിതാവും ഒരു അമ്മയും ആൾക്കൂട്ടങ്ങളെ ഫേസ് ചെയ്യുന്നില്ല. ഇന്നിവിടെ ലഹരി എന്ന് പറയുന്ന ക്ലാസ് വെച്ചാൽ ഏതെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന ഏതെങ്കിലും കുടുംബം ആ കുടുംബം ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കുടുംബാംഗം പോലും ഈ വേദിയിൽ വരില്ല. കാര്യം എന്താ? വേദനിക്കുന്നവരവര്, അപമാനിക്കപ്പെട്ടു പോയി അവരിൽ ഒരുവൻ, ഈ നാട്ടിൽ ഒരുവൻ അവൻ അകപ്പെട്ടപ്പോ ഒരുപക്ഷെ നാട് മൊത്തം അവരെ ആരോപിക്കുന്നു, കുറ്റം ആരോപിക്കുന്ന സങ്കടം ഹൃദയത്തിൽ പേറുന്നവനാ, അവനെയാണ് സാന്ത്വനപ്പെടുത്തേണ്ടത്. ഞങ്ങളുണ്ട്, മകന്റെ കാര്യം ഞങ്ങളേറ്റു എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കണം, അല്ലേ? ചേർത്ത് പിടിക്കണം. നീതിമാനായ മദീനത്ത് നീതിമാനായ ഉമർ ചക്രവർത്തി, അദ്ദേഹത്തെ ഭരണകാലത്തല്ലേ മദീനത്ത് വിദേശത്ത് പഠിക്കാൻ വന്ന ഒരു വിദ്യാർത്ഥി പഠന സമയത്ത് അദ്ദേഹത്തിന്റെ ഈ വീടുകളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാണ്. നീതിമാനായ ഉമർ ചക്രവർത്തി യാത്ര ചെയ്യുമ്പം ഒരു മുറിക്കകത്ത് ശബ്ദം കേട്ട് തുറന്നു നോക്കുമ്പോൾ മദ്യപിക്കുന്ന രംഗമാ കാണുന്നത്. ഒരു വിദ്യാർത്ഥി പഠിക്കാൻ വന്നതാ മദീനത്ത്. വലിയ സങ്കടം തോന്നി അദ്ദേഹത്തിന്. നീതിമാനാണ്, നിയുക്തമായി നീതി നടപ്പിലാക്കുന്ന ഒരു ഭരണപരിഷ്കർത്താവാണ്, ലോകം കണ്ട ഭരണപരിഷ്കർത്താവ്. നേരെ നടന്നു വന്നു അദ്ദേഹം, വല്ലാതെ സങ്കടപ്പെട്ടുകൊണ്ടാണ് വന്നത്. എന്റെ മദീനത്ത് പഠിക്കാൻ വന്ന വിദ്യാർത്ഥി മദ്യം ഉപയോഗിച്ചുകൊണ്ട് ചിത്തപ്രമമായി അവൻ തന്റെ ജീവിതം ഹോമിക്കപ്പെടുന്നത് കണ്ട വേദനയിൽ അദ്ദേഹം പല ദിവസവും കഴിച്ചുകൂട്ടി. അങ്ങനെ വിദ്യാർത്ഥി പള്ളിയിലേക്ക് എത്തിയില്ല. ഒരു ദിവസം അവൻ നിസ്കാരത്തിന് ശേഷം ഇങ്ങനെ നോക്കുമ്പോ, ഈ മിറാവിന്റെ ഭാഗത്ത് നോക്കുമ്പോ പുറകിൽ ആ വിദ്യാർത്ഥി നിൽക്കുന്ന കണ്ടപ്പോ ഉമർ ചക്രവർത്തി ഇങ്ങനെ വിളിച്ചു, മോനെ ഇങ്ങോട്ട് കടന്നു വരിക. അങ്ങനെ ആളുകളെ ഇങ്ങനെ മാറ്റി ആ വിദ്യാർത്ഥി മുമ്പോട്ട്, ചെറുപ്പക്കാരൻ മുമ്പോട്ട് കടന്നു വന്നു. അവൻ വിചാരിച്ചു എനിക്ക് ശിക്ഷ കിട്ടും, കടുത്ത ചാട്ടവാറടി എനിക്ക് കേൾക്കും ജനമധ്യത്തിൽ. ആ വിശ്വസിച്ചുകൊണ്ടാണ് നടന്നു വരുന്നത്. ആ മിഹ്റാബിന്റെ മുന്നിൽ എത്തിയപ്പം അവനെ വലത് കൈ കൊണ്ട് ആ വിദ്യാർത്ഥിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ നീ മദ്യപിച്ച കാര്യം ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഞാൻ മറ്റാരോടും അത് ഷെയർ ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് വന്ന കാര്യം ലക്ഷ്യം കണ്ട് മടങ്ങുക. ആ മിഹ്റാബിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞാൻ മദ്യം ഉപയോഗിക്കില്ല, മദ്യം സകല തിന്മകളുടെയും ജനനിയാണെന്ന് പരിശുദ്ധ ഖുർആൻ എന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഈ വാക്കുകളെ സ്മരിച്ചുകൊണ്ടാണ് ചെറുപ്പക്കാരൻ ആ മസ്ജിദിനകത്ത് മിഹ്റാബിന്റെ മുന്നിൽ വെച്ചിട്ട് സ്വന്തം അവൻ തീരുമാനമെടുക്കുന്നത്. ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ പ്രവാചക സന്ദേശങ്ങളിലൂടെ ചില മഹാരഥന്മാർ നമ്മളെ കാണിച്ച ചെയ്തികൾ നമുക്ക് മുമ്പിലുണ്ട്. ആദ്യമൊക്കെ നമ്മൾ ചില ചേർത്ത് പിടിക്കലുണ്ട്. പല പ്രസിദ്ധമായ കാസർഗോഡ് പടന്നക്കാവ് മഹല്, തിരുവനന്തപുരത്തെ ഭീമാപ്പള്ളി അടങ്ങുന്ന പ്രസിദ്ധമായ മഹലുകളൊക്കെ അവിടുത്തെ വിശ്വാസികളോടൊക്കെ ഈ ലഹരി വിൽക്കുന്നവരും ക്രമീകരണം ചെയ്തവരും ഉപയോഗിക്കുന്നവർക്കൊക്കെ വാണിംഗ് കൊടുത്തു, കത്ത് കൊടുത്തു. മൂന്നാമത്തെ സ്റ്റേജ് കൗൺസിലിംഗ് കൊടുത്തു. ഇത് മൂന്നും കേൾക്കാത്തവരെ അവിടുത്തെ മഹല് കമ്മിറ്റി തീരുമാനപ്പെടുത്തി അവിടുത്തെ വിവാഹങ്ങളോ മരണാന്തര ചടങ്ങുകളോ ഒന്നും ഈ മഹലുകളും പല ക്ഷേത്രങ്ങളും നടത്തിയിട്ടില്ല എന്നുള്ള തീരുമാനമെടുത്തു. അങ്ങനെ പല 19 പേരെയാണ് പടന്നക്കാവ് മഹല് കമ്മിറ്റി എടുത്ത് പുറത്തേക്കിട്ടത്. ആദ്യ നടപടിയല്ല പുറത്തേക്കിടല്, ആദ്യം ഒരു ഉപദേശം, പിന്നെ ഒരു കത്ത്, പിന്നെ ഒരു കൗൺസിലിംഗ്. ഇതൊന്നും കേൾക്കാതെ വരുമ്പോ ചില ശിക്ഷകൾ നടപ്പിലാക്കണം. അങ്ങനെ നടപ്പിലാക്കുന്ന പല രാജ്യങ്ങളുമുണ്ട്. ആ ശിക്ഷയൊക്കെ അടുത്തതായിരിക്കും. പക്ഷെ ഇന്ന് നമ്മുടെ നാട് എന്തെല്ലാം പറഞ്ഞാലും, ഇവിടെ എന്തെല്ലാം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നാലും ഒരു അയൽവാസിയെ കാണാതിരിക്കുന്ന കാലം അത്രയും നാട് സന്തോഷത്തിലെത്തൂല. അത് സത്യമാണ്. ഒരു അയൽവാസിയുടെ വീട് ഒരു അയൽവാസിക്ക് അറിയാം. ആ അയൽവാസിയെ കണ്ടാൽ മതി. അവിടുത്തെ കുറവുകളും അവിടുത്തെ കൂടുതലും, അവിടുത്തെ സ്നേഹവും അവിടുത്തെ സ്നേഹക്കുറവും, അവിടുത്തെ ദാരിദ്ര്യവും അവിടുത്തെ അനാരോഗ്യവും അവിടുത്തെ മാനസിക വൈകാരിക ശാരീരിക വിഷമതകളെ ഒരു അയൽവാസി കണ്ട് കേട്ടാൽ എത്ര സുന്ദരമേ ഈ നാട്. പക്ഷെ കാണുന്നില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ അമ്മ അടുത്ത വീട്ടിൽ നിന്ന് സുഭദ്രേച്ചിയുണ്ട്, അവിടുന്ന് പഞ്ചസാര വാങ്ങാം. അപ്പൊ അമ്മ ഇവിടുന്ന് വിളിച്ചു പറയും, സുഭദ്രേ കുറച്ച് പഞ്ചസാര വേണം, ഒരു ഗ്ലാസ് പഞ്ചസാരയാ കടം വാങ്ങണേ.
ആ പഞ്ചസാര എങ്ങനെയാ കൊടുക്കാന്നറിയുമോ? പഞ്ചസാര ഗ്ലാസ്സിനകത്താക്കിയിട്ട് ഇങ്ങനെ തട്ടു ഇങ്ങനെ, എന്നിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ ഈ പിരമിഡ് വെക്കുന്ന പോലെ പഞ്ചസാര വെച്ചിട്ട് ഈ ചേച്ചി തരിക, എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുക. അമ്മ വന്നിട്ട് പറയും, നോക്കിയ മക്കളെ, ആ ചെറിയ ഗ്ലാസ് ഇത്രയേ ഉള്ളൂ, പക്ഷേ കുപ്പിയിലിട്ടപ്പോൾ നോക്കിയ പഞ്ചാര അവൾ അങ്ങനെ അമുക്കിയത് അവൾ തരുന്നതെന്ന് പറയും. എൻ്റെ അമ്മയും അതേപോലെ വാശീനെ തിരിച്ചു കൊടുക്കുക, അമ്മക്ക് ഞെക്കിയിട്ടാ പഞ്ചസാര കൊടുക്കുക. സുഭദ്രയെ പഞ്ചസാര ചേച്ചി കിട്ടിയോ? ആ ഉണ്ടടി, കുഴപ്പമില്ല എന്ന് പറയും. ഇടയ്ക്ക് ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കും, മേരി ചേച്ചിയെ 2 പച്ചമുളക് തന്നേ, മുളക് പൊടി ഉണ്ടെത്താ എനിക്ക് 2 സ്പൂണ്, അരി ഉണ്ടോ എനിക്ക് 2-3 ഗ്ലാസ് അരി എടുക്കാൻ, ഇങ്ങനെയൊക്കെയാ പറയാ. അങ്ങനെ കൊടുക്കൽ വാങ്ങൽ ഉണ്ടായിരുന്നു നാട്ടിൽ. ഇന്ന് ആ കൊടുക്കൽ വാങ്ങലുകൾ ഇന്നില്ല. ഇന്ന് ആരെങ്കിലും ഉപ്പും മുളകും അരിയും പഞ്ചസാരയും വെണ്ടക്കയും വഴുതനങ്ങയൊക്കെ അപ്പുറത്തും കൊടുക്കൽ വാങ്ങലും ഉണ്ടോ? ഇല്ല. എല്ലാ വീടുകളും സുഭിക്ഷമാണ്. ഇത് നമ്മളെ മക്കളൊക്കെ കാണുന്നുണ്ടോ? അതുമില്ല, ഇല്ലേ? ഇന്ന് പട്ടിണിയും പരിവട്ടങ്ങളൊന്നുമില്ല. നമ്മുടെ മക്കളൊക്കെ സുഭിക്ഷമായിട്ടാണ് ജീവിക്കുന്നത്. ഇന്ന് അയൽപക്കത്തേക്ക് പോകാൻ ഇന്ന് വാതിലിലെല്ലാം നമ്മൾ കൊട്ടി അടച്ചു, മതിൽ വെച്ചു, CCTV വെച്ചു. ഈ സദസ്സിരുന്നുകൊണ്ട് നമ്മുടെ വീടിന്റെ സെക്യൂരിറ്റി സംവിധാനം ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ കാണുന്നത്. അത്രമേൽ കാര്യങ്ങളൊക്കെ മാറി. അപ്പൊ ഇപ്പൊ നമുക്ക് അയൽവക്കക്കാരെ ഒന്നും ആവശ്യമൊന്നുമില്ല. നമ്മൾ കണ്ണടച്ച് ആലോചിച്ച് നോക്കി, ആരാ നമ്മളെ ശത്രു എന്ന് കണ്ണടച്ച് ആലോചിച്ച് നോക്കിയേ. ആരാ ശത്രു? നമ്മളെ അയൽവക്കത്തുള്ള ആളാ ശത്രു. മുഹമ്മദ് കെ ബീരാനും കുട്ടനും ഫിലിപ്പും തോമസും ഒക്കെ നമ്മളെ ശത്രു, അല്ലേ? അവരെ നമ്മളെ ശത്രു. സത്യ. പണ്ടൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ എൻ്റെ അമ്മ ഓർമ്മയുണ്ട്, സുഭദ്ര കോഴിക്ക് തീറ്റ കൊടുക്കണേ, ഇല്ല തൊട്ടപ്പുറത്ത് ആമന ചേച്ചിയുണ്ട്, തൊട്ടപ്പുറത്ത് മൊയ്തുക്ക. അപ്പൊ പിടിച്ച് വെച്ച മരണപ്പെട്ടു പോയി. അപ്പൊ അവിടുന്ന് വിളിച്ചു പറയും, എന്താ പറയണത്? ഓ, നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ കൊടുക്കണേ, നിങ്ങൾ പൊയ്ക്കോളി, ഞാൻ കൊടുക്കൂലേ, അത് പറഞ്ഞിട്ടേ ഞാൻ കൊടുക്കുള്ളൂ. അല്ല ആളപ്പോ, ഇല്ലേ? പക്ഷെ ഇന്ന് അയൽപക്കം നമ്മൾ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിലോ നമ്മളെങ്ങനെ നോക്കും? കുട്ടിയോട് പറയും, ഓള് നോക്കണ്ടോ നോക്കുക അറിയും. ഓള് നോക്കിയാൽ ഒരു കുരുത്തം കിട്ടൂല, അത് അവളെ കണ്ടിട്ട് വൈക്കിറങ്ങണ്ട, അവിടെ കയറിക്കളാ അറിയും. അങ്ങനെ ആയിപ്പോയി ബന്ധങ്ങളൊക്കെ. ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കാം, നിങ്ങളുടെ മക്കൾക്ക് എത്ര കുടുംബ ബന്ധങ്ങളെ അറിയാൻ പറ്റും? നിങ്ങളുടെ ബന്ധങ്ങൾ, ഉറ്റവർ, ഉടയവർ, ഇന്ന ആളാണ്, കൊച്ചാപ്പാന്റെ മൂത്താപ്പാന്റെ ഏട്ടന്റെ മകൻ, എത്ര പേരെ അറിയാൻ പറ്റും? പണ്ടി ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവരെ കാണുമ്പോഴൊക്കെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് അവരെ കണ്ണിൽ നോക്കി അവർ പറയുന്ന കഥകളും അവർ പറയുന്ന വീടിന്റെ സ്നേഹങ്ങളൊക്കെ കേട്ട ഒരു ബാല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇന്ന് എവിടെ പോയി? എല്ലായിടത്തും ഇന്ന് ബന്ധങ്ങളില്ല. അതാ പ്രശ്നം. ബന്ധങ്ങളൊക്കെ പോയി, കയ്യിൽ നിന്ന് പോയി. ഓത്യസ് എന്ന് പറയുന്ന ലോകപ്രശസ്തനായ ഗ്രീക്ക് തത്വചിന്തകൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കുളം പറയുന്നു, നദി പറയുന്നു, മാവ് പറയുന്നു, ഓരോ കഥകളാ പറയുന്നത്. കലുങ്ക് പറയുന്നു കഥകള്. എന്താ കലുങ്ക് പറഞ്ഞെന്താ? എന്റെ മുകളിൽ വന്ന്, കലിങ്കൻ മുകളിൽ വന്നിരിക്കുന്ന ബാല്യങ്ങളൊന്നുമേ മിണ്ടുന്നില്ല, അവരുടെ ശിരസുകളെല്ലാം കുനിഞ്ഞിരിക്കുന്ന കണ്ട് ഞാൻ സങ്കടപ്പെടുന്നേ. കലിങ്ക് പറയാ. കുളം പറയാണ്, അല്ലയോ ബാല്യങ്ങളെ, നിങ്ങൾ എന്തേ എന്റെ കുളത്തിൽ വന്ന് ചാടാത്തത്? നിങ്ങളെ പൂർവികർ എന്റെ കുളത്തിൽ വന്ന് ചാടി മുങ്ങാങ്കുഴിയിട്ട് പരൽമീനെ പിടിച്ച് എന്റെ കുളത്തിനകത്ത് ഓളങ്ങൾ ഉണ്ടാക്കി കടന്നുപോയ തലമുറയുണ്ട് ഇവിടെ. നിങ്ങൾ പലരും ഇന്ന് നീന്തറിയാത്ത ബാല്യങ്ങളല്ലേ? എന്തേ നിങ്ങൾ എന്റെ കുളത്തിൽ വന്ന് ചാടൂ? ഞാനിതാ ഇങ്ങനെ നീണ്ടു പരന്ന് തളം കെട്ടിക്കിടക്കുന്ന കാണുന്നില്ലേ ബാല്യങ്ങളെ? നിങ്ങൾ വലിച്ചെറിയുന്ന പാഴ്ക്കുപ്പികളും പെപ്സി കുപ്പികളും നിങ്ങളുടെ പോപ്കോണുകളും മാത്രമാണ് എന്റെ ചുമലിൽ നിന്ന് ഭാരമായി ഞാനിതാ ഇങ്ങനെ കിടക്കുകയാണ്. കുളം പറയാണ്. മാവ് പറയാണ്. എന്താ മാവ് പറയുന്നത്? ഞാനിതാ നിറച്ചും പൂത്ത് കായ്ച്ച് വിളഞ്ഞ് പഴുത്ത് ഞെട്ടറ്റ് വീണ് കിടക്കുന്ന കണ്ടില്ലേ മധുരമുള്ള മാമ്പഴമാ ഞാൻ. ഒന്ന് വാ ബാല്യങ്ങളെ, വന്ന് എന്നെ ഒന്ന് പെറുക്കിയെടുത്ത് ചൊനയൊന്ന് ഉറിഞ്ചി കുടിക്ക് നിങ്ങൾ, ഞാനൊന്ന് കാണട്ടെ. എന്തേ നിങ്ങൾ എന്റെ മാവിൽ കമ്പ് കൊണ്ടെറിയാത്തത്? എന്തേ എന്റെ മാവിൻ ചുവട്ട് നിങ്ങളെ കാണാത്തത്? മാവ് പറയാണ്. അപ്പൊ എല്ലാ ഇടങ്ങളിലും ഇന്ന് ബാല്യങ്ങളെല്ലാം ഇന്ന് പോയി. പക്ഷെ അവരെവിടെയും പോയിട്ടില്ല. അവർക്കിന്ന് അവരെ അപ്പന്മാരോടും ഉപ്പന്മാരോടും ഒന്നും അവർക്ക് സ്നേഹമുണ്ട്, പക്ഷെ അവരത് പ്രകടിപ്പിക്കാൻ പറ്റണില്ല. അവരാകെ പ്രകടിപ്പിക്കുന്ന എന്താ? ഉപ്പ വന്നാൽ മടി കയറിയിരിക്കും. എന്തിനാ മടി കയറിയിരിക്കണേ? ഉപ്പയുടെ പോക്കറ്റിനകത്ത് ഫോണുണ്ട്. മടി കയറി വരുന്ന ഉപ്പയോട് ഇങ്ങനെ ആക്കി അവസാനം ഫോണ് പതുക്കെ എടുത്തിട്ട് ഉപ്പനോട് അറിയും, അല്ലേ? ആ ലോക്കൊന്ന് മാറ്റി കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ ഉപ്പയോടുള്ള ബന്ധം. പണ്ട് നമ്മൾ അങ്ങനെയാണോ? ആന കയറി കളിച്ചതും ഉപ്പയുടെ നരച്ച മീശ പറിച്ചതും മുടി ചീകിയതും ഉപ്പയുടെ ചെരുപ്പ് കഴുകി കൊടുത്തതും ഷർട്ട് അയഞ്ഞത് കൊടുത്തതും അത് ഇടണ്ട ഇതിട് ബട്ടൺസ് ഇട് ഉപ്പ എന്ന് പറഞ്ഞ് പുറകെ എന്നുള്ളത് ഇൻഡുപ്പയാണ്, ആ ഇൻഡുപ്പന്നെയാ എന്ന് മറ്റേ ഏട്ടം വന്ന് പറഞ്ഞതൊക്കെ മറന്നുപോയോ? ഇല്ലല്ലോ. അതെല്ലാം ഇന്ന് കുറഞ്ഞു പോയി. വീട്ടിലൊക്കെ പോയിട്ട് വലിയൊരു പേപ്പറിനകത്ത് ഏറ്റവും അടുത്ത ബന്ധങ്ങളുടെ പേരുകളൊക്കെ ഇങ്ങനെ എഴുതണം വലുതാക്കി, എന്നിട്ട് വീട്ടിനകത്ത് ഒട്ടിച്ച് വെക്കണം ഡൈനിങ് ഹാളിനകത്ത്. എന്നിട്ട് ഒഴിവുള്ള ദിവസം മക്കളെ കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ വിളിപ്പിക്കണം. മോനെ ഫോൺ എടുത്തിട്ട് ഗെയിം ഒന്ന് മാറ്റി വെച്ചിട്ട് അവരെയൊക്കെ ഒന്ന് വിളിച്ച്, ഉപ്പാപ്പൻ്റെ ഏട്ടൻ്റെ അനിയനെ ആശുപത്രി കിടന്നപ്പോൾ ഉമ്മനെ സഹായിച്ചത് അവരെയൊക്കെ വിളിക്കാൻ പറഞ്ഞ് അവരോടെല്ലാം നമ്മൾ അവരെല്ലാം ബോധ്യപ്പെടുത്തണം. പക്ഷെ ഇന്ന് ബന്ധങ്ങളില്ല, അല്ലേ? ബന്ധങ്ങളില്ല. അങ്ങനെ ആയിപ്പോയി. ആരെയും പഴി പറയല്ല, കാലം അങ്ങനെയാണ്. ഞാൻ ഈ അടുത്തിടയ്ക്ക് കാസർഗോഡ് ക്ലാസ് എടുത്തപ്പോൾ ചോദിച്ചു, പ്രായമുള്ള ആൾക്കാർ അവരോട് ചോദിച്ചു എന്താ ലഹരിയും ചോദിച്ചു. ആ പ്രായമുള്ള ആൾക്കാർ പറഞ്ഞു, അതിൽ കുറെ പേര് പറഞ്ഞു ബീഡി, സിഗരറ്റ്, ആ മുറുക്കാൻ, മൂക്കുപ്പൊടി, കള്ള് എന്നൊക്കെ പറഞ്ഞു പ്രായമുള്ളവർ. ചെറുപ്പക്കാരെ കുട്ടിയോട് ചോദിച്ചു എന്താ ലഹരി എന്ന്. അപ്പോൾ പറഞ്ഞു
MDMA, കോള്, ഹാൻസ്, ബ്രൗൺ ഷുഗർ എന്നൊക്കെയാണ് ചെറിയ കുട്ടികൾ പറഞ്ഞത്. നോക്കണം, അവർ പത്രദൃശ്യ മാധ്യമങ്ങൾ ദൈനംദിനം കാണുന്ന വാക്കുകൾ ഇങ്ങനെ MDMA, കൂള്, ഹാൻസ് പോലുള്ള സൈക്കോട്രോപ്പി സബ്സ്റ്റൻസിന്റെ പേരുകൾ കേൾക്കുന്നു, അറിയുന്നു, കാണുന്നു. പക്ഷെ പഴയ തലമുറ കുറച്ച് ഇരുത്തം വന്നൊരു തലമുറയാണ്, കുറച്ച് പക്വമതികളാണ്. ആ കാലഘട്ടത്തിൽ സൈബറുകൾ കടന്നു വന്നിട്ടില്ല. പക്ഷേ ഈ കാലഘട്ടത്തിലെ മക്കൾ പഠിക്കുന്നതെല്ലാം വ്യത്യസ്തമായ രീതികൾ അവർ പഠിക്കുന്നത്. അവരെ കുറ്റപ്പെടുത്തുകയല്ല, ഏറ്റവും മിടുക്കരായ കുട്ടികളാ അല്ലേ? മക്കളെ എന്തോ വിളിയാക്കണം, മക്കളെ എല്ലാ മക്കളും വിളിയട്ടെ. ഇവിടെ മക്കളെ ഉറക്കെ, മക്കളെ ഒന്നും കൂടെ, മക്കളെ. ആ, കോഴി നമുക്ക് എന്താ തരിക? മുട്ട. പശു നമുക്ക് എന്താ തരിക? പാല്. കോഴി എന്ത് തരും? മുട്ട. പശു എന്ത് തരും? പാല്. പശു നമ്മക്കാണോ പാല് തരണേ? അതിന്റെ കുട്ടിക്കല്ലേ കൊടുക്കണേ? അത് നമ്മൾ കറന്നെടുത്ത് കുടിക്കല്ലേ? കോഴി നമ്മക്കാണോ മുട്ട തരണേ? അല്ലേ? ഇങ്ങനെ നമ്മൾ പഠിച്ചിരിക്കണേ, കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരിക്കണേ അല്ലേ? കോഴി നമുക്ക് മുട്ട തരും, പശു നമുക്ക് പാല് തരും. നമ്മളങ്ങനെ പഠിപ്പിച്ചിരിക്കും. നമ്മളെ വീട്, നമ്മളെ പറമ്പ്, നമ്മളെ വണ്ടി, നമ്മളിത്. എൻ്റെ കുട്ടിക്ക് A+, എൻ്റെ കുട്ടിക്ക് നല്ലൊരു നീറ്റ് എക്സാമിൽ ആംഗിൾസിൽ ഇടപെടണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, നേരെ പോകണം, ബ്രിട്ടൻ, അമേരിക്ക, ഇറ്റലി പോകണം, അവിടെ കഴിയണം, അതേപോലെ പെണ്ണിനെ കെട്ടണം, മോളും അവിടെ തന്നെ ജോലി ചെയ്തോണം, ഇങ്ങോട്ട് നാട്ടിൽ ഒരിക്കലും വരരുത്, എൻ്റെ മയ്യത്തിൻ്റെ ഈ സംസ്കാര ചടങ്ങ് പോലും എൻ്റെ കുട്ടികൾ പങ്കെടുക്കരുത്. എല്ലാം വിറ്റ് പറക്കി 10, 50, 70 ലക്ഷം കൊടുത്ത് പഠിപ്പിക്കണം, അവിടെ പോയി കടന്നോണം, ഇങ്ങോട്ട് വരരുത്. വയസ്സ് കാലത്ത് ചോറാകുമ്പോൾ, ശ്വാസം കിട്ടാതാകുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഒറ്റവട്ടം കണ്ടിട്ട് 2 ദിവസം ലീവില്ലാന്ന് പറഞ്ഞ് പോയിക്കോണം. അങ്ങനെ വാങ്ങണം. ഇപ്പൊ അതാണല്ലോ നമ്മുടെയൊക്കെ പരിപാടി. A+ മുഴുവൻ കിട്ടണം, മുഴുവൻ A+ കിട്ടണം മക്കൾക്ക്. നീറ്റ് എക്സാമിനകത്ത് റാങ്കിൽ ഇടം വരണം. ഓന് നല്ലൊരു പെണ്ണ്, ഓന് നല്ലൊരു ചെക്കൻ, ഓക്ക് നല്ല ചെക്കൻ. സന്തോഷമായി, നമ്മൾ സേഫായി. നമ്മളെ സിസ്റ്റമൊക്കെ മാറിപ്പോയെന്നേ. ലഹരി എന്ന് പറയുമ്പോൾ വെറുതെ കുറെ സൈക്കോട്രോപ്പി സബ്സ്റ്റൻസിന്റെ പേരൊക്കെ പറഞ്ഞിട്ട് കണ്ടുപിടിച്ചോ നാടും ഇല്ലെ സ്ഥലവും ഒക്കെ പറഞ്ഞ് കുടിച്ചാൽ ഇങ്ങനെ തിന്നാൽ ഇങ്ങനെ ആയി തീരുമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു ചായ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ലഹരിയാണ്. ഈ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കാം, നമ്മളെല്ലാം ഏറ്റവും വലിയ ലഹരി ഉപയോഗിക്കുന്നവരാ. കാര്യം എന്താ? ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത് ചായയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നുണ്ട്, ചായ എന്ന് പറയുന്നത് ഒരു പ്രഭാതത്തിൽ ഏറ്റവും രാവിലെ നമ്മൾ ഉണർന്നു നിൽക്കുമ്പോൾ ഒരു കഫീൻ എന്ന് പറയുന്ന ഈ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്ന ഈ ചായയും കാഫിയും എത്ര പേർക്ക് മാറ്റാൻ പറ്റുന്നുണ്ട്? ഈ ഇരിക്കുന്നവർ എത്ര പേര് ചായ കുടിക്കാത്തവരുണ്ട്? 1-2 പേരുണ്ടാവും ചായ കുടിക്കാത്തവർ. ഞാനൊക്കെ ചായ കുടിക്കുന്നവർ. രാവിലെ നല്ല ഒരു മീഡിയം സ്ട്രോങ്ങിൽ അര മധുരമൊക്കെ ഇട്ട് നല്ല പാലൊക്കെ ഒഴിച്ച് ആ ഗ്ലാസ് നല്ല പതയുള്ള നല്ല തേയിലയുടെ മണമുള്ള നല്ലൊരു ചായ കിട്ടുമ്പോൾ രാവിലെ പത്രമൊക്കെ നോക്കി ആ കുഞ്ഞ് തിണ്ണയിലിരുന്ന് പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ പുലർകാലത്തെ കാഴ്ച കണ്ട ചായ ഇങ്ങനെ കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ഇങ്ങനെ ഉണ്ടല്ലോ ഇല്ലേ? ഒരു സ്റ്റിമുലേഷൻസ്. അതിന്റെ ലഹരി എത്രയെന്നറിയാമോ? ദാൻ ഓൾ ബി ബിറ്റ് 10%. 10% ലഹരിയാ ചായയുടെ ലഹരി. അടുത്ത് കേട്ടോ, നമ്മൾ വലിക്കുന്ന സിഗരറ്റിന്റെ ലഹരി എത്ര? 200, 200 സിഗരറ്റിന്റെ ലഹരി 200%. ഇനി അടുത്ത് കേട്ടോ, ആൻസ്, കൂള് 2400 2400. That will be to hands, cool and kanja. കഞ്ചാവും ഹാൻസും കൂളിന്റെയും അഡിക്ഷൻ എന്ന് പറയുന്നത് 2400. 10% ചായ, 200% സിഗരറ്റ് ഇല്ലേ? 1200 മദ്യം, 2400 ഈ പറയുന്ന ആൻസ്, കഞ്ച, കൂൾ. ഇനി ഒന്നും കൂടെ പറഞ്ഞു തരാം. MDMA, മത്തലിൻ ഡയോക്സി, മത്താംഫിറ്റമിൻ 29 ആറ്റംസ് കൂടി ചേർന്ന സിന്തറ്റിക് ഡ്രഗ്സ്. സ്മെല്ലില്ല, രുചിയില്ല, ഒരു സെൻസറുകൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ജർമ്മനി എന്ന് പറയുന്ന വികസിത രാജ്യം 1912 മെർക്ക് എന്ന് പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ മെർക്ക് ആൻഡ് കൊളീഷ് എന്നറിയപ്പെടുന്ന സയൻസ് ഡെവലപ്പ് ചെയ്ത മനുഷ്യശരീരത്തിനകത്ത് സർജറിയൊക്കെ നടത്തുമ്പോൾ ഈ പറയുന്ന രക്തത്തിന്റെ ഒഴുക്കിനെ രക്തത്തിന്റെ ഫ്ലോയെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി പെയിൻ ഇല്ലാതാക്കാൻ ശാസ്ത്രലോകം കണ്ടുപിടിച്ച ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണ് ഈ പറയുന്ന മെത്തലിൻ ഡയോക്സി മെത്താംഫെറ്റമിൻ. ആ സാധനത്തിന് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന അഡിക്ഷൻ പവറാണ് പറയുന്നത് 3500 to 4000. കാര്യം എന്താ? അതിനകത്ത് കെമിക്കലി 3,4 മെത്തലിൻ ഡയോക്സി മെത്താംഫെറ്റമിൻ, മെത്തനിലിത്തിമെത്തമിൻ എന്ന് പറയുന്ന പല കണ്ടന്റുകളും 24, 29, 32 ആറ്റംസ് ഒക്കെ ഡിഫറെൻ്റ് ആയതുകൊണ്ട് പല ക്രൈറ്റീരിയകളും അതിൻ്റെ ഇതിനകത്ത് കൊണ്ട്. അപ്പോൾ പറയുന്നത് എന്താണ്? 10% ചായയുടെ അഡിക്ഷൻ. എത്ര ചായ നിർത്താൻ പറ്റും? ഒരു 10%. MDMA ഉപയോഗിക്കുന്ന ഒരു കുട്ടിയെ ഓടി വന്നിട്ടാ നീ ഉപയോഗിക്കരുതടാ, നീ 5 വർഷം കൊണ്ട് മരിച്ചു പോകണം, നിർത്തടാ, നിനക്ക് നന്നായി കൂടടാ
എന്ന് പറഞ്ഞാൽ നടക്കുമോ? പോലീസിനോ 4 ആൾക്കാരെയോ ക്ലബ്ബിലെ ആൾക്കാരെ വന്നിട്ട് അവനെ ബലമായിട്ട് പിടിച്ച് നടക്കടാ വേണം അങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ പിടിച്ചുകൊണ്ട് കെട്ടിയിട്ട് ഒരു ജീപ്പിനകത്തോട്ട് ഏതെങ്കിലും DH സെന്ററിലെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി 30 ദിവസം ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ അവൻ നല്ല മിടുക്കനായിട്ട് നടന്നോളുവോ? നടക്കുവോ? ഒരു 10-15 ദിവസം അവൻ കഴിക്കുന്ന മരുന്നിന്റെ ബലത്തിൽ അവനങ്ങനെ ശിരസ് കുരിഞ്ഞ് അങ്ങനെ എല്ലാവരും മുന്നിലൊക്കെ ഇങ്ങനെ നടക്കും. സാഹചര്യം അനുയോജ്യമാകണം, ബന്ധങ്ങൾ ഉണ്ടാവണം, അവനെ പരിഗണിക്കണം, സമൂഹം അവനെ ഉൾക്കൊള്ളണം, ചേർത്ത് പിടിക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ ഏത് വലിയ ലഹരി ഉപയോഗിക്കുന്നവനും ജീവിതത്തിലേക്ക് തിരികെ വരും. അല്ലെങ്കിൽ അവൻ എന്താണോ ഉപയോഗിച്ചത് അതിലേക്ക് തന്നെ വീണ്ടും അവൻ പോകും. കാര്യം എന്താ? അവന്റെ ബ്രെയിൻ എപ്പോഴും ഇതിനെ സ്വീകരിക്കാൻ ബ്രെയിൻ എപ്പോഴും സാധിച്ചുകൊണ്ടേയിരിക്കും. 4500% ഈ ഇതിനെ സ്വാധീനിക്കാൻ, അഡിക്ഷൻ സ്വാധീനിക്കാൻ കഴിവുള്ള ഈ ബ്രെയിനെ ഇത് കൊടുത്തതിന് ശേഷം ഈ ബ്രെയിനോട് അടങ്ങിയിരിക്കാൻ പറഞ്ഞ ബ്രെയിൻ അടങ്ങിയിരിക്കൂല. കാര്യം എന്താ? കാര്യം അടങ്ങിയിരിക്കില്ല. കുട്ടികളോട് കൂടുതൽ ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല. കാരണം നമുക്കിവിടെ ഗാനമേളയൊക്കെ തുടങ്ങാനുള്ളത് കൊണ്ട് എന്നോട് 1.5 മണിക്കൂറാണ് പറഞ്ഞത്. ഞാൻ 5 മിനിറ്റ് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മളെല്ലാം മനസ്സിലാക്കണം, ഈ പറയുന്ന രാസലഹരികൾ ഉപയോഗിക്കുന്ന ഒരുവന്റെ മസ്തിഷ്കത്തിനകത്ത് മുറിവേൽക്കും, ക്ഷതമേൽക്കും. ക്ഷതമേൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ തരത്തിലും അതിൻ്റെ ഫോർമേഷൻസ് ഒക്കെ ചേഞ്ച് വരും. അവൻ്റെ ചിന്തകളെല്ലാം പിന്നെ ഇമാജിൻ തോട്ട്സിലേക്ക് കടന്നു വരും. ഒരു 5 വർഷം കൊണ്ട് പേടി തുടങ്ങും. ചിത്തഭ്രമം എന്ന് പറയുന്ന പ്രോസസ്സിംഗിലേക്ക് എത്തും. വാട്ട് ഈസ് മീനിങ് ഓഫ് ചിത്തഭ്രമം? പേടി, ഉത്കണ്ഠ, ജിജ്ഞാസ, വിറയൽ, ഉറക്കമില്ലായ്മ, ദാമ്പത്യത്തിനകത്ത് ഭാര്യ-ഭർത്തൃ ബന്ധത്തെ പരാജയപ്പെടൽ, ഒരു ജോലിയും ചെയ്യാനുള്ള താല്പര്യമില്ലായ്മ, നനയ്ക്കാനോ കുളിക്കാനോ മുടി വെട്ടാനോ നഖം വെട്ടാനോ ശരീരം ശുദ്ധിയാക്കാനോ താല്പര്യമില്ലാതെ ചിത്തഭ്രമം ബാധിച്ച് രാത്രി മൊത്തം ഉറങ്ങാതെ, ആർക്കും വേണ്ടാതെ, നാടിനും നാട്ടാർക്കും വേണ്ടാതെ, ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റും ഇല്ലാതെ അവനോട് തന്നെ മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു കാലം വരുമ്പോഴാണ് കയ്യിൽ കിട്ടുന്ന ആയുധങ്ങൾ എടുത്തിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഉമ്മയാണെങ്കിൽ ഉമ്മ, സഹോദരിയാണെങ്കിൽ സഹോദരി, ഏറ്റവും അടുത്ത ഭാര്യയാണെങ്കിൽ ഭാര്യ, ഇവരോട് മാത്രമേ ഇത് കാണിക്കുകയുള്ളൂ. കാര്യം എന്താ? ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ ഉപദേശങ്ങളൊന്നും ഇവർക്ക് താല്പര്യമില്ല. കുളിക്കട, നനക്കട, ഉണ്ണട, ഉറങ്ങട ഒന്നും പറയാൻ പറ്റൂല. MDMA ഉപയോഗിക്കുന്ന ഒരു വിദ്യാർത്ഥി 19 വയസ്സുകാരനാണ്. അടുത്ത ദിവസം ഞാൻ പോയിരുന്നു, സ്ഥലവും പേരും പറയുന്നില്ല. അവിടെ ചെന്നപ്പോൾ അമ്മയും അച്ഛനും ഇരിക്കുക. അവരുടെ ഇറങ്ങി വരാൻ പറഞ്ഞു. 2 നിലയുടെ മുകളിൽ ഇറങ്ങി വരിക. അച്ഛൻ നല്ല ഓഫീസറാണ്. അപ്പം മുകളിൽ ഇറങ്ങി വരിക. ഇറങ്ങി താഴേക്ക് വന്നപ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നോട് മുടി ഇങ്ങനെ ആക്കിയിട്ട് പറഞ്ഞു, എന്തേ ചോദിച്ചു? ഒന്നുമില്ല, അവർ കാണാൻ വന്നാന്ന് പറഞ്ഞു. എന്നാ കണ്ടില്ലേ, വയ്ക്കോ പറഞ്ഞു ഇങ്ങനെ. അപ്പൊ നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഞാനും മകേഷ് ഞങ്ങൾ കൊണ്ടു കിടക്കും. അത്യാവശ്യം പെപ്പർ സ്പ്രേയും അത്യാവശ്യം ഒരു സാധനമൊക്കെ ഉണ്ട്. അത്യാവശ്യം 2, 3, 4 സാധനമൊക്കെ തെറിക്കുന്ന സാധനമൊക്കെ അത്യാവശ്യം കൊണ്ടു നടക്കും ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഇറങ്ങി വന്ന വഴിക്ക് കണ്ടില്ലേ ആ അവിടുന്ന് പറഞ്ഞു. ആരെന്തോന്നും ചോദിച്ചിട്ടില്ല. ആരെന്തോ ചോദിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്ന ആളുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങുന്നതിന്റെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന CDR ആണ്, ഫോൺ ഡീറ്റെയിൽസിന്റെ CDR കോപ്പിയാണ്. ഇദ്ദേഹം ആരാന്ന് ചോദിച്ചു. അപ്പൊ അവന് ചെറുതായിട്ട് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും. ഏത് ചോദിച്ചു. ഇറങ്ങി വരാമെന്ന് പറഞ്ഞു. മുറിയിലേക്ക് പോയി, പുറകെ പോയി. അപ്പൊ നീളമുള്ള വരാന്തി ഓടി. അപ്പൊ കാലുകൊണ്ടൊന്ന് വെറുതെ ഒന്ന് വെച്ചു. അവൻ ഓടിക്കഴിഞ്ഞാൽ ഊറപടയ്ക്കും, എന്തെങ്കിലും ചെയ്യും. വെച്ചു. ഒന്നും ചെയ്യാനൊന്നും വന്നതല്ല, അറിയാൻ വന്ന നേരെ മുറി കെറ്റി. ഞങ്ങൾ 3 പേരുടെ മുറിയെല്ലാം നോക്കി, ഒന്ന് പരിശോധിച്ചു. നമുക്ക് മുറിക്കകത്തുനിന്ന് 2-3 കവറും ഒരു ആൻസിന്റെ കവർ വേറെ സ്ഥലത്ത്, പഴയ കുറെ സിഗരറ്റ് മുകളിൽ പൂത്തത്, കഞ്ചാവ് പൂത്തത് വേറെ മുകളിൽ കുറെ, എല്ലാം ഇവിടുന്നെല്ലാം കിട്ടി. എല്ലാം കൂടെ വാരി കൂട്ടിയപ്പോൾ ഒരു ചാക്കിന് സാധനമുണ്ട്. അപ്പം ഞങ്ങൾ അമ്മയോടൊക്കെ ചോദിച്ചു, വെറുതെ ചോദിച്ചു, മുറിക്കകത്ത് കയറലൊന്നും ഇല്ലേ? ഒന്നും മിണ്ടുന്നില്ല. കണ്ണി നോക്കിയിട്ട് കണ്ണ് നിറഞ്ഞു വരിക. അപ്പം ചോദിച്ചു, ഇതെന്താന്ന് ചോദിച്ചു. ഇവിടെ അതിന് മിണ്ടനില്ല. ഒന്നുമില്ല സാറേ, വീണതാണെന്ന് പറഞ്ഞു. ഒന്നുമില്ല, വീണതാന്ന്. അപ്പൊ അച്ഛൻ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോ അച്ഛന്റെ തലയുടെ പുറകിൽ ഇവിടുന്ന് മുകളിൽ നിന്ന് ഇവിടെ വരെയും പാടുണ്ട്, നീളത്തിൽ പാട്, മുടി വടിച്ചിരിക്കുക. ഇതെന്ത് പറ്റിയതെന്ന് ചോദിച്ചു. അപ്പൊ ഈ അമ്മ ഇങ്ങനെ തോണ്ടി, ഇയാളെ തോണ്ടി. സാറേ ഞങ്ങള് 2 ആളും പാടെ വണ്ടിയിൽ നിന്ന് വീണാണ് സാറേ പറഞ്ഞു. എനിക്ക് ഏട്ടനെ ഇവിടെയും പറ്റി, എനിക്ക് ഇവിടെയും പറ്റിയായിരുന്നു. ഇവനെ ഇങ്ങനെ നോക്കുക. അപ്പോഴേക്കും ആദ്യം കണ്ട മുടിയെല്ലാം പടത്തിയിട്ട് കണ്ണൊക്കെ വിടർന്നവനല്ല, പിന്നെ ഒരു ചെറിയ വാടിയ വെള്ളത്തിലിട്ടൊരു പൂച്ചയെ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഇങ്ങനെ മൂലയ്ക്ക് ഇങ്ങനെ. ഈ റൂമിൽ നിന്ന് കിട്ടിയെല്ലാം വാരിക്കുട്ടി എല്ലാം വെച്ച് വണ്ടി കയറ്റി. സ്റ്റേഷനിൽ പോണോ, ജീവിതത്തിൽ ചരിത്രത്തിൽ മാറ്റണോ എന്ന് ചോദിച്ചു. സ്റ്റേഷനിൽ പോകണമെങ്കിൽ ഒരു നിക്കറും സോപ്പും ചീപ്പും ബ്രഷും ആവശ്യ സാധനങ്ങളൊക്കെ എടുത്തോ, ഒരു തിരിച്ചറി കാർഡ് എടുക്കണം. ജാമ്യത്തിന് ആളെ നോക്കണ്ട, ജാമ്യന്തര നടപടികളെല്ലാം റദ്ദ് ചെയ്യിപ്പിക്കും. അകത്ത് പോയി കിടക്കണം 60 ദിവസം, അതോ 30 ദിവസം പോയിട്ട് ശരീരത്തിനകത്ത് വിഷത്തിനെ എടുത്ത് കളയാൻ വേണ്ടി മനസ്സുകൂടെ തയ്യാറാകുന്നോ 2 ഡിസിഷൻ എടുക്കാന്ന് പറഞ്ഞു. 2 ഡിസിഷൻസ്. അപ്പൊ പറഞ്ഞു, സാറേ ഞാൻ വരാൻ, ട്രീറ്റ്മെന്റിന് വരാന്ന് പറഞ്ഞു. കഴിഞ്ഞ 4 വർഷക്കാലത്തോളമായി അവനെ ട്രീറ്റ്മെന്റിന് വിടുവാൻ വേണ്ടിയിട്ട് ആ കുടുംബം ഏറ്റവും വലിയ കുടുംബം ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല.
കത്തിയെടുത്ത് വീശ സംഭവം വരെ. അങ്ങനെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഇപ്പൊ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക. ട്രീറ്റ്മെന്റിനോട് സഹകരിക്കുന്നുണ്ട്. ശേഷമാണ് ഈ അമ്മ പറഞ്ഞത്. ശേഷം അമ്മ പറയാ, കുക്കറിന്റെ അടപ്പ് കൊണ്ട് അച്ഛന്റെ തലക്കടിച്ചതാ. കുക്കറിന്റെ അടപ്പ് കൊണ്ട് ഒരു പോലീസിനോ അയൽവക്കക്കാരെ ബന്ധുക്കാരെ പോലും അറിയില്ല. കുക്കറിന്റെ 10 ലിറ്ററിന്റെ കുക്കറിന്റെ അടപ്പെടുത്ത് ഒറ്റ അടിയ തലയ്ക്ക് 16 സ്റ്റിച്ചാണ് തലയുടെ പുറകിൽ. 16 സ്റ്റിച്ചാണ് തലയുടെ പുറകിൽ. എമർജൻസി ലാമ്പ് എടുത്തിട്ട് ചുമരിലടിച്ചിട്ട് അതിന്റെ ബാറ്ററി എടുത്തിട്ട് അമ്മയുടെ കൈക്കിട്ട് ആഞ്ഞ് അടിച്ചതാ ബാറ്ററി കൊണ്ട്. മനസ്സിലാക്കണം, ഇതാണ് ഇന്നിന്റെ ലോകം. എവിടെയാ മനസ്സിലാക്കേണ്ടത്? ഇതാണ് ഇന്നിന്റെ ലോകം. അപ്പൊ ലഹരി എന്ന് പറയുന്ന ദുരന്തം നാടിനെ അല്ല, ഈ നമ്മുടെ ഇവിടുത്തെ സംസ്കാരത്തെ മുഴുവനും ഇന്ന് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഈ മഹാദുരന്തത്തിനെതിരെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഈ റൈസിംഗ് മാറഞ്ചേരി എന്ന് പറയുന്ന മഹത്തരമായ ഈ ക്ലബിന്റെ 18ാം വാർഷികാഘോഷം നടക്കുന്ന വേദിയിൽ നമ്മളെല്ലാം പുനർവിചിന്തനം നടത്തേണ്ട സമയം അതിക്രമിച്ചു. നിങ്ങൾക്കെല്ലാം മനസ്സുകൊണ്ടൊരുങ്ങാൻ, ഇതിലെല്ലാം പ്രവൃത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. സാന്ദർഭമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പേര് ഫിലിപ്പ് എന്ന് മാത്രമേ ഉള്ളൂ. ജന്മം കൊണ്ട് ഞാൻ കോട്ടയം ജില്ലക്കാരനാണ്. പക്ഷേ കർമ്മമാണ് മലപ്പുറം ജില്ലയിൽ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട് മലപ്പുറത്ത് കർമ്മം ഞാൻ സാധിച്ചതിൽ. ലോകത്തിൽ ആരെങ്കിലും ചോദിക്കുകയാണ്, മിസ്റ്റർ ഫിലിപ്പ് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം നിമിഷം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും മലപ്പുറത്ത് കർമ്മം ചെയ്യാൻ സാധിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയും. ഇന്ന് കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ സബ് ഇൻസ്പെക്ടറുടെ പദവി ഞാൻ അലങ്കരിക്കുന്നില്ല. 7 വർഷവും 2 മാസവും സർവീസ് നിലനിൽക്കുന്നുണ്ടായിരുന്നു. സർക്കാരിലേക്ക് രാജിക്കത്ത് എഴുതി കൊടുത്തുകൊണ്ട് ഞാൻ നിങ്ങളെപ്പോലെ ഇന്ന് സ്വതന്ത്ര പദവിയിലാണ്. ഇന്നലെയാണ് ഞാൻ കസാക്കിസ്ഥാൻ, റഷ്യയിൽ ഇന്നലെയാണ് ഞാൻ വരുന്നത്. 7 ദിവസത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും കുട്ടികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തിക മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഇവിടെ AT അലിക്കയുണ്ട്, അതേപോലെ നമ്മുടെ ക്ലബിന്റെ നിങ്ങളെ പ്രിയപ്പെട്ട സെക്രട്ടറി മഹ്റൂബിനൊക്കെ പറയാം. കാരണം 2,64 ലക്ഷം രൂപ വരുന്ന ഒരു ഫണ്ട് റൈസിംഗ് നടത്തിയ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് തിരിച്ചറിവ്. അതിനകത്ത് കമ്മിറ്റി സെക്രട്ടറി പ്രസിഡന്റ് ആരുമില്ല. അതിന്റെ സാരഥി എന്ന് പറയുന്ന ഫിലിപ്പമ്പാട ഞാൻ തന്നെയാണ്, എൻ്റെ സുഹൃത്തുമാണ്. കാരണം വേദികളിൽ നിന്ന് വേദികളിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ സംസാരിക്കാൻ വേണ്ടി എൻ്റെ പദസമ്പത്തിനെ ഞാൻ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. പോലീസിൽ നിൽക്കുമ്പോൾ എനിക്കൊരു കച്ചവടക്കാരനാകാൻ പറ്റൂല. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ തന്ത്രപൂർവ്വം പോലീസിൽ നിന്ന് മാറി. ഇന്ന് ഞാൻ നല്ലൊരു കച്ചവടക്കാരനാണ്. ഞാൻ എൻ്റെ പദസമ്പത്തിനെ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇന്ന് എൻ്റെ വരുമാനം, ഇന്നത്തെ ഒരു ദിവസത്തെ വരുമാനം 1 ലക്ഷം റുപ്പീസാണ് ഇന്നത്തെ എൻ്റെ വരുമാനം. സോഷ്യൽ മീഡിയ വരുമാനം 2 ലക്ഷം രൂപയോളം കഴിഞ്ഞ മാസത്തെ എൻ്റെ മോണിറ്റേഷൻ ഉണ്ട്. 6 ലക്ഷം പേരെന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. 6 ലക്ഷം പേര്, 3 മില്യൺ ആളുകൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും. ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറയാൻ കാരണം 54 ലാപ്ടോപ്പ് കൊടുത്തു. ഇത് ചാരിറ്റിയോ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് ഫണ്ട് കൊടുക്കുന്ന ഓർഗനൈസേഷൻ അല്ല. 54 ലാപ്ടോപ്പും ഞാൻ കൊടുത്തത് ആപ്പിളിന്റെ ലാപ്ടോപ്പാണ് കൊടുത്തത് കുട്ടികൾക്ക്. തീർത്തും നിർദ്ധരായ, പഠിക്കാൻ സാഹചര്യമില്ലാത്ത PG തൊട്ട് മുകളിട്ട് പഠിക്കുന്ന കുട്ടികൾ ഈ മാറഞ്ചേരി ദേശത്തുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ക്യൂയോ അപേക്ഷ ഒന്നും വേണ്ട, ഒരു ഫോൺ കോൾ വിളിച്ച് പറഞ്ഞാൽ മതി. ഇപ്പോഴും എൻ്റെ വണ്ടിക്കകത്ത് 2 ലാപ്ടോപ്പ് ഇരിക്കുന്നുണ്ട്. 80,000 രൂപ വരുന്ന ലാപ്ടോപ്പ്, സൂപ്പർപോണിക് സിസ്റ്റമുള്ള ഹൈഗ്രേഡ് ചെയ്ത ലാപ്ടോപ്പ്, പുതിയ ലാപ്ടോപ്പ് ഞങ്ങൾ കുട്ടികൾക്ക് കൊടുക്കും. ഇത് എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും ഞങ്ങൾ പല വേദികളും കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ സംസാരിക്കാൻ പോകുമ്പോൾ പല പണ്ഡിതരും ഞങ്ങളുടെ വേദി പങ്കിടാറുണ്ട്. ആ നോട്ടീസൊക്കെ കാണും. അപ്പോൾ നാട്ടിൽ ചെല്ലുമ്പോൾ പലരും ചോദിക്കും, ഇന്നയാളുടെ കൂടെയല്ലേ ഫിലിപ്പ് പ്രസംഗിച്ചത്, ആ കമ്മിറ്റിക്കാരൻ നമ്പർ ഒന്ന് തരുമോ? അവിടെ ഒരു മതപണ്ഡിതരെ കണ്ടിരുന്നു, പേര് കേട്ട ആളാണല്ലോ അയാളെ ഒന്ന് വിളിപ്പിക്കണം, പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ചോദിക്കാനാണ്. അവിടെ ചോദിക്കുമ്പോഴാണ് 50,000-60,000 രൂപയൊക്കെയാണ് ഒരു പ്രഭാഷണത്തിന് അവരൊക്കെ വാങ്ങുന്നത്. അവരെല്ലാം വീട്ടിൽ കൊണ്ടുപോകല്ലോ, അവരെല്ലാം വീട്ടിൽ കൊണ്ടുപോകാം. അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് ചർച്ചിലോ അമ്പലത്തിലോ പള്ളിയിലോ അല്ലല്ലോ കൊണ്ടുപോകുന്നത്. അപ്പം എനിക്കും മകേഷം തോന്നി, എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്തും എന്തുകൊണ്ട് നമ്മുടെ പദസമ്പത്തിനെ നമുക്ക് ബിസിനസ് ചെയ്തുകൂടാം? അങ്ങനെ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയതാണ്. 2,16 ലക്ഷം രൂപ കളക്ട് ചെയ്തു. 54 ലാപ്ടോപ്പ് ഇത് ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഇനിയും ഒരുപാട് സംവിധാനങ്ങൾ കൊടുക്കാനുണ്ട്. ഞങ്ങളുടെ മോണിറ്റേഷൻ ഫണ്ട് മുഴുവനും സമൂഹത്തിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് എന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടർ പദവി അസ്വസ്ഥപ്പെട്ടുകൊണ്ടല്ല ഞാൻ ഇറങ്ങിപ്പോകുന്നത്. 7 വർഷവും 2 മാസം സർവീസ് നിലനിൽക്കെ ഏറെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായി എനിക്ക് പെരിന്തൽമണ്ണ എന്ന് പറയുന്ന ദേശത്ത് മാത്രമേ SPC NSS മാത്രമേ എനിക്ക് സംസാരിക്കാൻ നിർവാഹമുള്ളൂ. പക്ഷേ ജില്ല വിട്ടും സ്റ്റേറ്റ് വിട്ടും മറ്റ് പല രാജ്യങ്ങളിൽ യാത്ര ചെയ്യണമെങ്കിൽ പക്ഷേ എൻ്റെ ഒരുപക്ഷെ പോലീസ് എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് അധികാരത്തിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വരണം. അങ്ങനെയാണ് ഇപ്പോൾ ഞാനും നിങ്ങളെപ്പോലെ സ്വതന്ത്ര പദവിയിലാണ്. തീർത്തും വാക്കുകൾ നിർത്തുകയാണ്. ലഹരി എന്ന് പറയുന്ന ദുരന്തം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സൗജന്യമായിട്ട് കൗൺസിലിംഗ് കൊടുക്കുന്ന ബെറ്റർ സൈക്കാട്രിക് ഇൻ്റർവെൻഷൻ കൊടുക്കുന്ന സിസ്റ്റം അവൈലബിലിറ്റി ഉണ്ട്. ഒന്ന് നിങ്ങൾ കോൾ ചെയ്താൽ മതി, ഞങ്ങളുടെ പക്ഷത്തുണ്ട് എന്നുകൂടെ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടെ പറയാം.
നിങ്ങളുടെ മക്കളൊക്കെ എവിടെയുണ്ട്? ലഹരി എന്ന് പറയുന്ന ദുരന്തത്തിന് വേണ്ടി മക്കളെയൊക്കെ ഒരുക്കണം. അവരോടൊക്കെ ഇതിനെതിരെ സംസാരിക്കാൻ, ഇതിനെതിരെ പ്രവൃത്തി എടുക്കാൻ മക്കളെയൊക്കെ ഒരുക്കണം. പ്രത്യേകിച്ച് റേസിംഗ് എന്ന് പറയുന്ന ഈ ക്ലബിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാം സ്നേഹ വായ്പകൾ ഉണ്ടാവട്ടെ എന്നുകൂടെ പ്രാർത്ഥിക്കുകയാണ്. കാരണം നമ്മളെ പരിപാടി കുറച്ച് വൈകിയ തുടങ്ങിയത്, കുറച്ചുകൂടെ സംസാരിക്കണമെന്നുണ്ട്. കാരണം 9 മണിക്ക് ഗാനമേള തുടങ്ങിയാലേ അവർക്കിനി ഒരു 10-11 മണിക്ക് നിർത്താൻ പറ്റുള്ളൂ. ആ തിരിച്ചറിവോടുകൂടി കണ്ടവർക്കും കേട്ടവർക്കൊക്കെ ഫിലിപ്പ് അമ്പാടിൻ്റെ നന്ദിയും സ്നേഹവും ഒക്കെ അർപ്പിക്കുകയാണ്. അതേപോലെ നല്ല ശബ്ദമായിരുന്നു ശോഭ, നല്ല സൗണ്ട് എഞ്ചിനീയറാണ്. എവറിഥിങ് എല്ലാം സന്തോഷം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഫിലിപ്പ് മമ്പാടിൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാമും ഒന്ന് ലൈക്കും ഷെയറും ചെയ്തോളൂ. അതിന് ലാഭം കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഇനി ഫിലിപ്പ് മമ്പാട് ഇവിടെ വരുന്നുണ്ടെങ്കിൽ റേസിംഗ് കോടഞ്ചേരി എന്ന് പറയുന്ന ഈ ക്ലബിൻ്റെ തിരുമുറ്റത്ത് ഇനിയൊരു പരിപാടിക്ക് ഫിലിപ്പിനെ വിളിക്കുന്നുണ്ടെങ്കിൽ സമ്പൂർണ്ണ ലഹരി വിരുദ്ധ ഗ്രാമമായി കോടഞ്ചേരി പ്രഖ്യാപിക്കപ്പെടുന്ന സദസ്സിലാവട്ടെ ഞാൻ വരുന്നെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു വെരി മച്ച്. ഹലോ ഉജ്ജ്വലമായ പ്രഭാഷണം നടത്തി നമുക്കെല്ലാവർക്കും ഒത്തിരി അറിവ് പകർന്നു തന്ന ഫിലിപ്പ് മമ്പാട് സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. റേസിംഗ് കോടഞ്ചേരിയുടെ ഒരു മൊമെന്റോ പ്രിയപ്പെട്ട ഫിലിപ്പ് സാറിന് ഞങ്ങൾ ആദരപൂർവ്വം സമർപ്പിക്കുകയാണ്. ആ മൊമെന്റോ സമർപ്പിക്കുന്നതിന് വേണ്ടി ക്ലബിന്റെ ഷെക്കേബ്, അതുപോലെ തന്നെ മഅറൂഫ്, ഫൈസൽ ക ഇവരെല്ലാം ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഫിലിപ്പ് സാറിനെയും ക്ഷണിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് എല്ലാവർക്കും ഒന്ന് എഴുന്നേക്കാം. നമുക്ക് ചെറിയൊരു പ്രതിജ്ഞ സംഘാടകർ പറഞ്ഞതാണ്. ചെറിയൊരു പ്രതിജ്ഞ എല്ലാവരും കേട്ടോ, എല്ലാവരും എവരിബഡി പെട്ടെന്ന് എഴുന്നേക്കാം. നമുക്ക് ഗാനമേളയുണ്ട്, അതുകൊണ്ടാണ്. മക്കളെ, കുഞ്ഞുമക്കൾ എല്ലാവരും വേണേ. എല്ലാവരും വലത് കൈ ഒന്ന് നേരെ നീട്ടിപ്പിടിക്കുക. വലത് കൈ, എന്നിട്ട് വലത് കൈ നീട്ടാത്തവരോടൊക്കെ പറയാം വലത് കൈ നീട്ടിപ്പിടിക്കുക. ഞാൻ ഇന്ന് എൻ്റെ നാട് നേരിടുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ എൻ്റെ സ്വന്തം യുക്തി കൊണ്ടും എൻ്റെ സാഹചര്യം കൊണ്ടും സർവനാത്മ എല്ലാ തരത്തിലും ലഹരിക്കെതിരെ ഞാൻ പോരാടുമെന്നും അത് വിൽപ്പന നടത്തുന്നവരെയും അത് ഉപയോഗിക്കുന്നവരെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഞാൻ